എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മലയാളികളുടെ തീന്മേശയിൽ എത്തുന്നത് മാരക രാസവസ്തുക്കളും കീടകളനാശിനികൾ കലർന്ന ഭക്ഷണവുമാണ് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ. 2 വർഷത്തിനിടെ ഹോട്ടലുകളിലും ബേക്കറികളിലും നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ആഹാര സാധനങ്ങളുടെ വിശദമായ ലാബ് പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ അമിത സാന്നിധ്യവും ഘനലോഹാംശങ്ങളും ആന്റിബയോട്ടിക്കുകളും ആഹാര പദാർത്ഥങ്ങളിൽ തീരെ ഉപയോഗിക്കാനേ പാടില്ലാത്ത നിറക്കൂട്ടുകളും വിസർജ്യങ്ങളിൽ കാണുന്ന കോളിഫോം ബാക്ടീരിയകൾ വരെ ഭക്ഷ്യ പദാർത്ഥങ്ങളിൽ കണ്ടെത്തി. 2 വർഷത്തിനിടെ നടത്തിയ പരിശോധനയിൽ മാത്രം ഇത്തരത്തിൽ 198 പദാർത്ഥങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിശോധിക്കാതെ പോയതോ തിരിച്ചറിയാതെ പോയതോ ഇതിൻ്റെ 10 മടങ്ങാണ്. മസാലപ്പൊടികളിലും ശർക്കരയിലുമടക്കം വിപണിയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിലാണ് കീടനാശിനികളുടെ സാന്നിധ്യം എന്നതിനാൽ ഹോട്ടൽ ഭക്ഷണങ്ങളിൽ മാത്രമാണ് രാസസാന്നിധ്യം എന്ന് സമാധാനിക്കാനാകില്ല. ഹോട്ടലുകാർ സാധനങ്ങൾക്കായി ആശ്രയിക്കുന്ന വിപണിയെ തന്നെയാണ് വീട്ടുകാരും ആശ്രയിക്കുന്നത് എന്നതിനാൽ വീടുകളിലെ ഭക്ഷണവും സുരക്ഷിതമല്ല എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കുന്നത്. തുണിത്തരങ്ങളിൽ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന റോഡമിൻ്റെ വലിയ സാന്നിധ്യമാണ് ശർക്കരയിൽ കണ്ടെത്തിയത്. ഭക്ഷണ വസ്തുക്കളിൽ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത ക്യാൻസറിനടക്കം കാരണമാകുന്ന രാസവസ്തുക്കളാണ് റോഡമിൻ. ഡാർട്ടസിൻ എന്ന രാസവസ്തു ചിപ്സ്, മിക്സ്ചർ എന്നിവയിൽ ചേർക്കുന്നത് നിരോധിച്ചതാണ്. എന്നാൽ ഈ 2 വർഷത്തെ പരിശോധനയ്ക്കിടയിൽ ഇവ ചേർത്ത ചിപ്സും മിക്സ്ചറുകളും വിപണിയിൽ സുലഭമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവയിലാണ് കീടനാശിനികളുടെ സാന്നിധ്യം കൂടുതലായും കണ്ടിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ കോപ്പർ, നിക്കൽ ലോഹങ്ങളുടെ സാന്നിധ്യമാണ് മറ്റൊന്ന്. അരിയിലും മറ്റു പൊടികളിലും പൊടിക്കുന്ന മില്ലുകളുടെ യന്ത്രഭാഗങ്ങളിൽ ഉരസിയുണ്ടാകുന്ന ഇവയുടെ അംശം ഭക്ഷണ പദാർത്ഥങ്ങളിൽ കലർന്നാണ് ഇത്തരം ലോഹങ്ങളുടെ അംശം ഭക്ഷണത്തിൽ എത്തുന്നത്. കൂടാതെ പാലിൽ ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ചികിത്സാർത്ഥം പശുവിന് നൽകുന്ന മരുന്നിൽ നിന്നാണ് പാലിൽ ആന്റിബയോട്ടിക് സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തൽ. ബ്രെഡിലും മറ്റും ഉള്ള ചുവന്ന നിറത്തിലുള്ള മൃദുവായ ഡ്യൂട്ടി ഫ്രൂട്ടിയിൽ കാർമോയിസിൻ എന്ന നിറം ചേർക്കാൻ പാടില്ല എന്നതാണ് വ്യവസ്ഥ. എന്നാൽ ഇത് വ്യാപകമായി മറികടക്കുന്നുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതാനും ധാന്യങ്ങളിൽ യൂറിക് ആസിഡ് എന്നിവയുടെ സാന്നിധ്യവും വിരൽ ചൂണ്ടുന്നത് എലിക്കാഷ്ടം കലർന്നിട്ടുണ്ട് എന്നതാണ്. ഗോതമ്പിൽ എലിക്കാഷ്ടം ഉണ്ടെങ്കിൽ അത് പൊടിച്ചാൽ പിന്നീട് കണ്ടെത്താൻ ആകില്ല. എന്നാൽ മാവുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എത്തിയിട്ടുള്ളത്. ഇന്ന് മലയാളികൾ യൂറിക് ആസിഡ് എന്ന രോഗം വളരെ സുലഭമാണ്. ഒന്നെങ്കിൽ വിഷം, അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന മാലിന്യങ്ങൾ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഭക്ഷിച്ചേ നമ്മൾ ദിവസം മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.